ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷിയും മിത്രയും കൂടെ ടെൻഷൻ അടിച്ച് നിൽക്കുക ബാലൻ്റെ ഈ മാറ്റത്തിൽ. അതിനിടയിൽ കൂടെ മിത്ര ചോദിക്കുന്നുണ്ട്, ചേച്ചി അങ്കിൾ എന്തിനാ ഈ ഗുരുവായൂർ പോയ കാര്യങ്ങളും ഗുരുവായൂരുള്ള കാര്യങ്ങളും ഒക്കെ പറയണേ? അത് അങ്ങ് ചിലപ്പോൾ അച്ഛൻ അവിടെ പോയി തൊഴണമെന്ന് ആഗ്രഹം കൊണ്ടായിരിക്കും, അതാ പറഞ്ഞത്. അല്ലാതെ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഇങ്ങനെ പറയല്ലേ മിത്ര, നീ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കാതെ. ഇന്നലെ അങ്കിൾ എവിടെയാണ് പോയത്? രാവിലെ വയ്യാന്നും പറഞ്ഞ് പോയി, ആരും ഇവിടെ തിരിച്ചുകൊണ്ട് വിട്ടു, വീണ്ടും ആശുപത്രിയിൽ നിന്ന് പറഞ്ഞൊക്കെ പോണാണ്ടോ. അങ്കിളിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, എന്തോ ചുറ്റിപ്പറ്റി നടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇതെല്ലാം ബാലൻ മറിഞ്ഞു നിന്ന് കേട്ടിട്ട് ചിരിക്കാട്ടോ. എല്ലാവരും ഒന്ന് പേടിക്കട്ടെ, അങ്ങനെ തന്നെ വേണം. പിന്നെ ഗുരുവായൂർ എന്നൊക്കെ പലതവണ മിത്ര പറയുമ്പോൾ അതും ബാലന് ഒരു ക്ലൂ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അകത്ത് കയറി ചേരുന്ന ബാലനോട് നമ്മൾ ഗോമതി ചോദിക്കുന്നുണ്ട്, ബാലേട്ടാ എന്തായാലും എനിക്കിന്ന് സന്തോഷമായി, ഞാൻ ഇത്രയും ബാലേട്ടൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. എന്താ അല്ല, ഇന്നിപ്പോൾ ആകാശ വണ്ടി ഇടിച്ച് തള്ളിയിട്ടപ്പോഴേ ഒന്നും പറഞ്ഞില്ല, എന്ത് സമാധാനത്തോടെയാണ് ബാലേട്ടൻ അവരോട് പെരുമാറിയത്. അതെനിക്ക് ഇഷ്ടമായി കേട്ടോ. എന്തായാലും ബാലേട്ടൻ വന്ന് മാറ്റം. അതെന്താ ബാലേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ബാലൻ പറയാം, അതിൽ വേറൊന്നും ഇല്ലടി, പ്രായമായി വരെയല്ലേ, പ്രായമായി വരുമ്പോൾ കുറെ കൂടെ വിവേകങ്ങളെല്ലാം കൂടും. അതുമാത്രമല്ല നമുക്ക് ദേഷ്യപ്പെടാനും വിരോധവും വൈരാഗ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന കേട്ടിട്ടില്ലേ? എന്നും പറഞ്ഞ് ബാലേട്ടൻ അത്ര പ്രായമൊന്നും ആയിട്ടില്ല എന്നും പറഞ്ഞ് ബാലിനെ തിരിച്ച് സുഖിപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ആകാശിനോട് കുറച്ച് കൂടുതലങ്ങ് സ്വാതന്ത്ര്യമൊന്നും വിട്ട് കൊടുക്കണ്ട കേട്ടോ, അവൻ തലയിൽ കയറും. ഇപ്പം തന്നെ കുറച്ച് അങ്ങനെ വിട്ട് കൊടുത്തോണ്ടാണ് അവന് ഇന്നിപ്പോൾ ബാലേട്ടൻ അവന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. സാരയില്ലടി പോട്ടെ, അവൻ നമ്മുടെ മോനല്ലേ എന്നൊക്കെ ബാലൻ പറയണമെങ്കിലും ബാലന് മനസ്സിലാലോചിക്കുന്നുണ്ട്, വിട്ട് ഞാനേ ഈ കാണിക്കുന്നതൊക്കെ നീയൊക്കെ എന്താ വിശ്വസിച്ചിരിക്കുകയാണല്ലേ? പിന്നെ ഒരു എലിയെ കിട്ടിക്കഴിഞ്ഞാൽ പൂച്ച ആദ്യം എന്താ ചെയ്യുക? തട്ടിക്കളിച്ച് എൻ്റെ മരണവിപ്രാളം ഇങ്ങനെ അറിയും. അതുപോലെയാണടി നിന്റെ അടുത്തൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്നത്. 2 ദിവസം കൂടെ കഴിയട്ടെ, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബാലൻ മനസ്സിലാലോചിച്ചിരിക്കുകയാണ് കേട്ടോ. തൊട്ടപ്പുറത്തെ റൂമിരുന്ന് ആകാശ് മീനാക്ഷിയും കൂടെ പറയുന്നുണ്ട്. മീനാക്ഷി ആകാശിന് വഴക്ക് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. രാവിലെ എന്തിനാ ഇങ്ങനെ അച്ഛനോട് തിരിച്ചിങ്ങനെ പറഞ്ഞത്? അച്ഛൻ നമുക്ക് വേണ്ടി ഒരു സപ്പോർട്ട് തന്നതല്ലേ, എന്നിട്ടും അച്ഛനോട് ആകാശ് ഇതിനെ വലിയ ഗംഭയിൽ അച്ഛനെ വേദനിപ്പിക്കുന്ന രീതി സംസാരിച്ച് ചോദിക്കട്ടോ. അപ്പോൾ ആകാശ് പറയടി, അച്ഛൻ നീ വിചാരിക്കുമ്പോഴൊന്നുമില്ല, അച്ഛന് അങ്കിളിനെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ? എൻ്റെ പൊന്നാകാശ്, എൻ്റെ വീട്ടിൽ അച്ഛനമ്മയും പിടിച്ചതിൽ കുഴക്കല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനെയും അമ്മയും സ്വന്തം അച്ഛനെയും അമ്മയും പോലെ തന്നെ ആകാശ് സ്നേഹിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നും പറഞ്ഞ് അതിനൊക്കെ ഒരു പരിധിയുണ്ട്. സ്വന്തം അച്ഛനെയും അമ്മയും തള്ളി പറഞ്ഞിട്ടല്ല ആകാശെ അവരെ സ്നേഹിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറഞ്ഞു കൊടുക്കുക. പിന്നെ എൻ്റെ അച്ഛൻ എടിയും 10ാം ക്ലാസ്സിൽ എൻ്റെ പഠിപ്പ് നിർത്തിയില്ലായിരുന്നെങ്കിലേ ഇന്ന് ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നേനെന്ന് പറയാം. അപ്പോൾ മീനാക്ഷി പറഞ്ഞു, ഒരു ചിരി ചിരിച്ചിട്ട് പറയണം, എന്താ നീ പറഞ്ഞത്? എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടില്ലല്ലേ ഇപ്പം നീ പറയണേ? എൻ്റെ ആകാശ് 10ാം ക്ലാസ് ജയിച്ചെന്ന് പറഞ്ഞു ഓടിപ്പോയി PSC ടെസ്റ്റ് എഴുതിയാലൊന്നും ഗവൺമെൻറ് ജോലി കിട്ടില്ല. അതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട്, ഒരുപാട് കഷ്ടപ്പെടാനുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് അത് വിചാരിച്ച് സ്വന്തം അച്ഛനെ തള്ളി പറയല്ലേ ആകാശ് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അച്ഛനിപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും. അത് ശരിയാ, ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട്, അച്ഛൻ എന്തോ മാറ്റങ്ങളുണ്ട്. എന്നാലും മീനാക്ഷി പറയാം, അച്ഛൻ പ്രായമായി വരവല്ലേ, അച്ഛൻ വിചാരിച്ചാണ് മക്കളോടൊന്നും ഇനി ദേഷ്യമൊന്നും കാണിക്കേണ്ട, നല്ല രീതിയിൽ പോവാന്ന്. അങ്ങനെയല്ല മീനാക്ഷി, എന്തോ അച്ഛൻ്റെ മനസ്സിലുള്ളത് പോലെയാണ് അച്ഛൻ പെരുമാറുന്നത് എനിക്ക് തോന്നണേ. ആണോ ആകാശ്? അതെ എന്നും പറഞ്ഞ് അവർ സംസാരിച്ചിരിക്കട്ടോ. മീനാക്ഷിയുടെ വീട്ടിലാണെങ്കിൽ രവീന്ദ്രനും ഭാര്യയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നേ നമുക്ക് ദേവമംഗലത്തോ അവിടെ കടയിലോ കോമഡി സ്റ്റോറിലൊന്നും പോകാൻ പറ്റത്തില്ല, കാരണം അവർക്ക് വലിയ രമ്യതയിലായി. അത് കാരണം ബാലൻ ആകാശിനെ തള്ളിപ്പറയോ മോശം പറയോ ഒന്നും ചെയ്യണില്ലല്ലോ. എന്തൊക്കെ തന്നെ ആയാലും എടി, നമുക്ക് മീനാക്ഷി ആകാശിനെ ഇങ്ങോട്ട് വരുത്തണം, നമ്മളെ കൂടെ നിർത്തണമെന്ന് പറയാം. അപ്പോൾ അവർ ഭാര്യ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും? മീനാക്ഷി ആകാശം വരുമോ? ആകാശം എത്രയൊക്കെ അച്ഛനുമായിട്ട് പിണക്കവും അല്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാലും അച്ഛൻ കഴിഞ്ഞ് അവനുള്ളൂ ആരായാലും, അതുകൊണ്ട് അവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഞാൻ വരുത്തിക്കോടി, നോക്കിക്കോ. അധിക താമസത്തിൽ തന്നെ ആകാശിന് മീനാക്ഷി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ അവർ ആലോചിച്ച് അതൊരു പ്ലാനിൽ നിൽക്കാട്ടോ. കൃഷ്ണമംഗലത്താണെങ്കിൽ ഇന്ന് രാവിലെയാണ് പ്രമാണവും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ മക്കളും മരുമക്കളും ഒക്കെ വന്ന് ഡൈനിങ് ടേബിളിൽ കൊച്ചുമോനും ഉണ്ട് കേട്ടോ. ആലോകം എല്ലാവരും വന്ന് കാത്തു നിൽക്കുകയാണ്. ഇന്ദിരാമ അകത്ത് പോയി പ്രാളം പിടിച്ച് മേശയെല്ലാം തുറന്നെടുത്ത് എന്തൊക്കെയോ നുള്ളിപ്പറക്കി എടുക്കുന്നുണ്ട്. പേപ്പറുകളും പ്രമാണങ്ങളും ഒക്കെ ആകെ ഒരു വെപ്രാളമാണ് അവർക്ക്, പേടിയും ഉണ്ട്. അങ്ങനെ അതും കൊണ്ട് മുന്നോട്ട് വന്നിട്ട് മക്കളോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങളെന്തായാലും ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലേ, താമസിച്ച മക്കളെ ഞാൻ ഇല്ല അമ്മ പറഞ്ഞോ എന്ന് അന്തം പറയാട്ടോ. അല്ല, കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ കയ്യിൽ പ്രമാണങ്ങൾ തരാൻ പറഞ്ഞിട്ട് ഞാനിത് തരുന്നില്ലല്ലോ, അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഇത് എന്തെങ്കിലും പ്രശ്നം കാണും, അതുകൊണ്ടായിരിക്കും അമ്മ ഇതൊന്നും എടുത്ത് തരാത്തതെന്ന്. അപ്പോൾ എല്ലാവരുടെ മുഖം ഒന്ന് മങ്ങിയിട്ടോ. അപ്പോൾ വീണ്ടും ഇന്ദിരാമ പറയണം, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്, ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട് മക്കളെ എന്ന് പറയാം. എന്താ അമ്മ പറയുന്നത്? അതെ, ചെറിയ പ്രശ്നമല്ല, വളരെ ഗൗരവമായ കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്താ കാര്യം പറ അമ്മ? പിന്നെ
ഞാനിത് പറയുമ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നങ്ങളുണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ ഒരു പൊട്ടിത്തെറി പേടിച്ചിട്ടാണ് ഇത്രയും നാളും ഞാനിത് മറച്ചു വെക്കാമെന്ന് വിചാരിച്ചത്. ഇന്നലെ രാത്രി കൂടെ ഞാൻ ആലോചിച്ചതാണ്, ദൈവമേ എന്നെ അങ്ങ് വിളിച്ചേക്കണേന്ന്. എന്നിട്ടും ഈശ്വരൻ എന്നെ ജീവനോടെ വച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ സത്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കണമെന്നായിരിക്കാം, അതിന് വേണ്ടിയിട്ടായിരിക്കും എന്നെ ഇവിടെ വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മ കാര്യം പറ, എന്താ? അല്ല, നിങ്ങളെല്ലാവരും ഇവിടുത്തെ വീടിൻ്റെയും പ്രമാണത്തിൻ്റെയും കാര്യങ്ങൾ ചോദിച്ച് കാത്തിരുന്നില്ലേ? പക്ഷേ ഇതൊന്നും ഇനി എനിക്കോ നിങ്ങൾക്കോ ഒന്നും അവകാശപ്പെട്ടതല്ല. നമുക്ക് ആർക്കും ഈ സാധനങ്ങളൊന്നും അവകാശപ്പെട്ടതല്ല എന്ന് പറയണതും എല്ലാവരും ഞെട്ടിത്തരിച്ചു പോവാണ്. എന്താ പറഞ്ഞത്? അതെ, ഈ ഇവിടുത്തെ വീടും സ്വത്തുവകകളും എല്ലാം ഗോമതിയുടെ പേരിൽ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രമാണമായത്. വായിച്ചു നോക്കുന്നു പറഞ്ഞ് കയ്യിൽ കൊടുക്കാട്ടോ. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, സമ്മതിച്ചേ പറ്റൂ, അതാണ് സത്യം. ആലോകൻ അങ്ങോട്ട് ദേഷ്യം വന്നത്, ദേ സ്വന്തം മോളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മോക്കെല്ലാം കൂടെ എഴുതി കൊടുക്കാൻ വേണ്ടി കള്ളപ്രമാണം ഉണ്ടാക്കി വെച്ച് എന്നും പറഞ്ഞ് അവരെ അടിക്കാനായിട്ട് അങ്ങോട്ട് പോകട്ടോ ലോക്. പക്ഷേ അനന്തൻ അവനെ തടഞ്ഞു നിർത്തി ഒരൊറ്റ ഒരെണ്ണം കവളിൽ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇടാ, മര്യാദയ്ക്കിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ എണ്ണം പൊട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതുകൊണ്ടാണ് അലോക് അങ്ങോട്ട് മാറി ദേഷ്യവും വൈരാഗ്യം കൊണ്ട് അലോകിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ഇരിക്കുകയാണ്. അങ്ങനെ അച്യുതനും അനന്തനും കൂടെ പെട്ടെന്ന് ആ പ്രമാണവും കാര്യങ്ങളും എല്ലാം വായിച്ച് മറിച്ചും തിരിച്ചും ഒക്കെ നോക്കാട്ടോ. എല്ലാം ഗോമതിയുടെ പേരിലായിരിക്കുന്ന സ്വത്തുവകകൾ. അപ്പോൾ എന്നിട്ട് ഉടനെ തന്നെ അത് ശരി, അപ്പോൾ ഗോമതിയല്ല നമ്മളെ ചതിച്ചത്, അച്ഛനാണ് നമ്മളെ ചതിച്ചത് അല്ലേ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, മോനെ നിങ്ങൾ ഗോമതിയോട് എന്തെല്ലാം ദ്രോഹത്തരങ്ങൾ ചെയ്തു, അതിന് പകരമായിട്ട് അച്ഛൻ വാശി കയറി എഴുതി വെച്ചതാ. അച്ഛൻ അതിന് പകരമായിട്ട് നിങ്ങൾക്കെതിരായിട്ട് ചെയ്ത കാര്യമാണിത്. എല്ലാം ഗോമതിയുടെ പേരിൽ ഈ വീടും സ്ഥലങ്ങളും എല്ലാം അവരുടെ പേരിൽ തന്നെ അച്ഛൻ എഴുതി വെച്ചു. പിന്നെ കമ്പനി മാത്രമാണ് ആ മക്കളായി നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങളത് മാത്രം നോക്കിയാൽ മതി എന്നായിരിക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഇതിലൊരു അവകാശമില്ല മക്കളെ എന്ന് പറയാട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അപ്പോൾ വെപ്രാളം പിടിച്ച് അച്യുതനും എല്ലാവരും കൂടെ അന്തം വിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും ഉടനെ തന്നെ അനന്തം പറഞ്ഞിട്ട് സമാധാനപ്പെടുക, അമ്മയായിട്ട് വെപ്രാളം പിടിപ്പിക്കാതെ. അമ്മേ, അവിടെ അന്ന് എന്താ സംഭവിച്ചത്, ഈ ബാക്കി കാര്യങ്ങളോട് അമ്മ കാര്യം ഞങ്ങളോട് പറ എന്ന് പറയാട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ഇന്ദിരാമ്മ പറഞ്ഞിട്ട്, എനിക്കിതൊരു വെള്ളം വേണം മോനെ, എനിക്ക് ആകെ ഒരു തളർച്ച തോന്നുന്നുണ്ട്, വെള്ളം കുടിച്ചിട്ട് ഞാൻ പറയാം എന്നും പറഞ്ഞ് വെള്ളം എടുക്കാൻ പോകുമ്പോൾ അനന്തം പറഞ്ഞിട്ട്, ഞാൻ എടുത്തേരാം അമ്മേ. അങ്ങനെ ഒരു കപ്പ് വെള്ളം എടുത്ത് അമ്മയ്ക്ക് കൊടുക്കാട്ടോ. അതും കുടിച്ചിട്ട് ഇന്ദിരാമ്മ ബാക്കി കഥകളൊക്കെ പറയാം, അന്ന് നടന്ന സംഭവങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കേൾക്കാൻ വേണ്ടി അവർ തയ്യാറായി നിൽക്കുക. ഈ സമയത്ത് നമ്മളെ മിഥുനെ അന്വേഷിച്ച് പോലീസ് വന്നിട്ടുണ്ട്. നേരെ അതിനകത്ത് കയറി പോയിട്ടുണ്ട് കേട്ടോ. ICUവിനകത്ത് ഡോക്ടർ തന്നെയാണ് വിളിച്ചിട്ട് പറയുന്നത്. വന്ന പാടും ഇതിൻ്റെ മുഖമെല്ലാം പോലീസ് ഫോട്ടോ എടുത്ത് കയ്യിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാം, ഇത് ഞങ്ങൾക്ക് പത്രത്തിൽ കൊടുക്കാം, ബന്ധുക്കളോ സ്വന്തക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുമല്ലോ ഫോട്ടോ കണ്ടിട്ട്. ശരി, എന്നാൽ ഞാൻ ഇറങ്ങാമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാം, ഒരു മിനിറ്റ് സാറേ, പിന്നെ ഈ പയ്യൻ അന്ന് അടിപ്പെട്ട് കിടന്ന സമയത്ത് അവൻ്റെ ഒരു പേഴ്സ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ബാലനാണ് കയ്യിൽ എടുത്തത്, അതിവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ശരി എന്ന് കാണിച്ചതെന്ന് പറയാം. ആ പേഴ്സ് എടുത്ത് ഡോക്ടർ പോലീസിന് കൊടുക്കുക. അയാൾ അത് തുറന്ന് നോക്കണതും അതിനകത്ത് മിത്രയുടെ ഫോട്ടോ കാണുക കേട്ടോ. അപ്പോൾ തന്നെ ഡോക്ടറോട് പറയാം, ഇതേതാ പെൺകുട്ടി? അറിയില്ല, കാമുകി വല്ലതുമായിരിക്കാം. അപ്പോൾ ഇവൻ കാമുകി ഉണ്ടായിരിക്കും. ഇപ്പോൾ കാമുകി വേറെ ഒരുത്തനുമായിട്ട് പോയി കാണും, അതുകൊണ്ട് ഇവൻ പ്രശ്നം ഉണ്ടാക്കി കാണും. അപ്പോൾ പുതിയ കാമുകനും ഇവളും കൂടെ ചേർന്ന് ഇവനെ അടിച്ചു കൊല്ലാൻ നോക്കിക്കാണും. ഇതായിരിക്കും സത്യാവസ്ഥ എന്നിങ്ങനെ പോലീസ് പറയട്ടോ. പിന്നെ ഇവനെ ഇവിടെ ആരാ കൊണ്ടെത്തിച്ചെന്ന് പറഞ്ഞാൽ അതാ ഗോമതി സ്റ്റോറിലെ ബാലനാ സാർ എന്ന് പറയാം. അവനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാം കണക്കാ. അവൻ തന്നെ അടിച്ചിട്ട് കൊണ്ടുവന്നതാവോ? അങ്ങനെ ആവാൻ വഴിയില്ല സാർ, അയാൾ നല്ലൊരു മനുഷ്യനാണ്, ആരും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലടോ ഡോക്ടറെ എന്നിങ്ങനെ ഡോക്ടറോട് പറയാം. എന്തായാലും ഇത് വെച്ച് നമുക്കൊരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവാം എന്നും പറഞ്ഞ് അത് വാങ്ങി പോവാട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഗോമതി വീണ്ടും ബാലിൻ്റെ അടുത്തേക്ക് വരുവാട്ടോ. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഗോമതി എനിക്ക് നല്ല നടുവേദന ഉണ്ട് കേട്ടോ വീണ്ടും. ആണോ? അയ്യോ, നമുക്കെന്നാൽ പിള്ളേരെ ആരെങ്കിലും വിളിച്ച് ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട, ഞാൻ ഗോമതി സ്റ്റോറിൽ ഇന്നും പോകുന്നില്ല. ഇല്ല, ഞാൻ ഇന്നും പോകുന്നില്ല. അത് ശരി. അപ്പോൾ നല്ല വേദന ഉണ്ടാവും ബാലേട്ടന്, അതുകൊണ്ടാണ് ഗോമതി സ്റ്റോറിൽ പോകാൻ മടിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു ദിവസം പോലും പോകാതിരിക്കാതെ ബാലേട്ടനല്ലേ, എന്തായാലും 2 ദിവസത്തേക്ക് എല്ലാം ശരിയാവും ബാലേട്ടാന്ന് പറയാം. അപ്പം ബാലൻ മനസ്സിലായിരിക്കും, ശരിയാവും 2 ദിവസം, അതിന് തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. എല്ലാം ശരിയാവും കാണിച്ച് അല്ലെങ്കിൽ ശരിയാക്കും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടെ. എപ്പിസോഡ് ചെയ്യുന്നത് പുതിയൊരു എപ്പിസോഡ് വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.